എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ എല്ലാ വീഡിയോസിനകത്തും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷമുണ്ട്. അതുപോലെ കുറേ പേർക്ക് വാരാഹി ഭഗവതിയുടെ ബ്ലെസ്സിങ്സ് കിട്ടിയതായിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേൾക്കുമ്പോൾ സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വാരാഹി ദേവിയുടെ ഒരു അത്ഭുത മന്ത്രമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതേതാണെന്ന് നോക്കാം. അതിന് മുന്നേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സൈഡിലത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക കേട്ടോ. സൈഡിലത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുള്ളൂ. സോ അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് ന്യൂ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് വാരാഹി അമ്മയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. എല്ലാവർക്കും അറിയാം, വരാഹി ദേവി എന്ന് പറയുന്നത് വരാഹ രൂപം പൂർണ്ണ ദേവിയാണ്. വളരെ ശക്തിയാർന്ന ദേവി. ഭക്തർ ഒരുപാട് പേര് വരാഹി ദേവിയെ കരഞ്ഞ് വിളിച്ച് എന്താ പറയുക, മനമുരുകി പ്രാർത്ഥിച്ച് അവരവരുടെ ആവശ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതെല്ലാം നിമിഷ നേരം കൊണ്ടാണ് വാരാഹി ദേവിയുടെ അനുഗ്രഹം കിട്ടി അതെല്ലാം ഭക്തരെ ചേർത്ത് പിടിച്ച് അവർ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത്. കാട്ടുപന്നിയുടെ മുഖത്തോടു കൂടിയ വാരാഹി ദേവി അതിശക്തയാണ്. പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഭഗവതി, പഞ്ചുരുളി, പന്നിമുഖി, ദണ്ഡനാഥ, വാർത്താളി, താന്ത്രിക ലക്ഷ്മി, അഷ്ടലക്ഷ്മി സ്വരൂപിണി, സമേശ്വരി, അങ്ങനെ പല പേരുകളിലാണ് വാരാഹി ദേവി അറിയപ്പെടുന്നത്. വാരാഹി ദേവി ഏത് തരത്തിലുള്ള ദാരിദ്ര്യ ദുഃഖവും ഇല്ലാതാക്കാൻ വളരെ അതിവേഗത്തിൽ അത് ഇല്ലായ്മയാക്കാനായിട്ട്, അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൽ നിന്നും മുക്തി നേടാനായിട്ട് നിങ്ങൾ വാരാഹി ദേവി ആരാധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും. ഏറ്റവും എന്താ പറയുക, 8 വിധത്തിലുള്ള ദാരിദ്ര്യവും ഇല്ലാതാക്കാൻ ശക്തിയുള്ള ദേവിയാണ് വാരാഹി. അതാണ് ശരിക്കും അതിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്. അതങ്ങനെ തന്നെയാണ്, വാസ്തവമാണ്. അതുപോലെ തന്നെ വരാഹരൂപം കൊണ്ട മഹാകാളിയായിട്ടും അഷ്ടലക്ഷ്മിമാരുടെ ഐക്യരൂപമായിട്ടും ഒക്കെ കാലത്തിൻ്റെ തന്നെ അധിപതിയായി സമേശ്വരിയായിട്ടും ഭൂമിയുടെ അധിപതിയായിട്ടും ശിവപ്രസാദിയായിട്ടും അങ്ങനെ ഒത്തിരി കഴിവോടുകൂടിയ ദേവി ദുരിതങ്ങളെ സ്തംഭിപ്പിക്കുന്നവളായിട്ടും ഇഷ്ടവരദായിനിയായിട്ടും ഭഗവതി ആരാധിക്കപ്പെടുന്നു. ഐശ്വര്യം, വിജയം, സമ്പത്ത് ഇതൊക്കെ നിമിഷ നേരം കൊണ്ട് വരുവാനായിട്ട് അതിൻ്റെയൊക്കെ ഏറ്റവും മൂർത്ത രൂപമാണ് ഭഗവതി എന്നുമാണ് വിശ്വാസം. പ്രധാനമായിട്ടും ശാക്തേയ ആരാധനാമൂർത്തിയാണെങ്കിലും ശൈവ വൈഷ്ണവ രീതിയിലും അതുപോലെ ബുദ്ധമതത്തിൽ വജ്രവരാഹി എന്ന പേരിലുമൊക്കെ തന്നെ വാരാഹി ദേവി അറിയപ്പെടുന്നു. ഏറ്റവും കൂടുതൽ നോർത്ത് ഇന്ത്യൻസാണ് വാരാഹി ദേവിയെ പൂജിച്ചു വരുന്നത്. എന്നാൽ പല വ്യാപാരം അതായത് ഈ ഷോപ്സിലും അല്ലെങ്കിൽ പല പ്രദേശങ്ങളിലെ വ്യാപാരികളുടെയും ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ വളർന്നു വരുവാനായിട്ട് അവർ വാരാഹി ദേവിയുടെ ഉപാസനയൊക്കെ ചെയ്യുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ബിസിനസ്സിന് വലിയ നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര ശക്തിയാണ് കേട്ടോ. അതുപോലെ തന്നെ ചില നക്ഷത്രക്കാർക്കും വാരാഹി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുവാനായിട്ട് വേഗം ലഭിക്കുവാനായിട്ട് സാധിക്കും. അശ്വതി, മകം, അങ്ങനെ ഒട്ടനവധി. ശക്തിയ വിശ്വാസപ്രകാരം വരാഹരൂപം കൊണ്ട് കാളി, വാർത്താളി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്നും അറിയപ്പെടുന്നു. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ വാരാഹി ദേവിയുടെ ഭക്തിയാണ് നമ്മളെന്ന് കരുതിക്കുക. നമ്മളോട് തെറ്റ് ചെയ്യുന്നവരെ പോലും നമ്മൾ അറിയാതെ ശിക്ഷിക്കാനുള്ള ആ ഒരു ശേഷി വാരാഹി ദേവിക്കുണ്ട്. അതായത് എന്താ പറയുക, ഒറ്റ വേർഡിൽ നമുക്ക് ദണ്ഡനാഥ എന്നും വാരാഹി ദേവി അറിയപ്പെടുന്നു. ഭഗവതിക്ക് പഞ്ചമി തിഥിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. അതുകൊണ്ട് തന്നെയാണ് പഞ്ചമി ദേവി എന്നും വാരാഹി ദേവി അറിയപ്പെടുന്നത്. ശക്തി സ്വരൂപിണിയായ വാരാഹി പൊതുവെ ഉഗ്രമൂർത്തിയായും ശിവപ്രസാദിയായും കണക്കാക്കപ്പെടുന്നു. വാരാഹിയെ ആരാധിക്കുന്നവർക്ക് ഒട്ടനവധി നേട്ടങ്ങളാണ്. സമ്പത്ത്, ഉയർച്ച, ശത്രുദോഷ ശാന്തി, ദുഷ്ടസംഗ്രഹം, അതായത് ദുഷ്ടരെ എന്താ പറയുക,
നിഗ്രഹിക്കും, ദുഷ്ടനിഗ്രഹം, ക്ഷമിക്കണം, ആഗ്രഹപൂർത്തി എന്നിവയാണ് ഏറ്റവും ഫലം. അത് വാസ്തവമായ കാര്യം തന്നെയാണ്. രാത്രിയാണ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, രാത്രിയാണ് വാരാഹി ദേവി ആരാധിക്കുന്നത്. രാത്രി അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാരാഹി ദേവിക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള പൂജ അല്ലെങ്കിൽ വാരാഹി ദേവി ആരാധിക്കേണ്ട ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് അർദ്ധരാത്രിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വാരാഹി ദേവിക്ക് പഞ്ചമി തിഥിയിലെ രാത്രി വളരെ പ്രധാനം. പഞ്ചമി ദേവി എന്നറിയപ്പെടുന്നത് അതുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഏറ്റവും എന്താ പറയുക, ഫേമസ് ആയിട്ടുള്ള ദേവിയാണ്. പിന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് താമസിക്കുന്നവർക്ക് ഏറ്റവും അടുത്ത് തന്നെ വാരാഹി ദേവി ക്ഷേത്രമുണ്ട്. അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുവാണ്. ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രം. മുന്നത്തെ വീഡിയോസിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേട്ട എന്ന് പറയുന്ന PETTAH പേട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ട്രിവാൻഡ്രം ഉള്ളവരാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും. ഒത്തിരി പഴക്കമുള്ള ഒരു വലിയ ക്ഷേത്രമാണ്. അത് ചെറിയൊരു ക്ഷേത്രത്തിലായിരുന്നു ആദ്യം പൂജിച്ച് വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ അവിടുത്തെ ആളുകൾക്ക് വിശ്വാസം ഭയങ്കരമായി വർദ്ധിക്കുകയും അവരൊക്കെ ദേവി അത്രയും ചേർത്ത് പിടിക്കുന്നു. അവർ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുന്നതുകൊണ്ട് ഓരോ ദിവസവും അവിടെ ഓരോ ഭക്തരുടെ പേരിലാണ് ഊണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും അനുഭവം, എന്താ പറയുക, ബ്ലെസ്സിങ്സ് ഉള്ളതുകൊണ്ടല്ലേ അല്ലേ. അപ്പോൾ ആ ഒരു ദേവിയുടെ ശക്തി അത്രയും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ശരവേഗത്തിലാണ് എല്ലാ കാര്യവും സാധിച്ചു തരുന്നത്. അതുകൂടാതെ തന്നെ വാരാഹി ദേവിയുടെ പല ക്ഷേത്രങ്ങളും നമ്മുടെ ട്രിവാൻഡ്രത്ത് മാത്രമല്ല, ആലും താഴം എന്ന് പറയുന്ന തൃശ്ശൂരൊരു സ്ഥലമാണ്. അവിടെ ശ്രീ വാരാഹി ക്ഷേത്രം, അതുപോലെ പട്ടുവം വടക്കേക്കാവ് വാരാഹി ക്ഷേത്രം, അത് കണ്ണൂരാണ് സ്ഥിതി ചെയ്യുന്നത്. വെളുത്താട്ട് വടക്കൻ ചൊവ്വ ഭഗവതി ക്ഷേത്രം, കെടാമംഗലം വടക്കൻ പറവൂർ, അതായത് എറണാകുളത്ത് തന്നെ. അവിടെ ശരിക്കും വാരാഹി സങ്കല്പമുള്ള ഒരു ക്ഷേത്രമാണ്. പിന്നെ സപ്തമാതാക്കളുടെ പ്രതിഷ്ഠയുള്ള ഭഗവതി ക്ഷേത്രങ്ങളിലും വാരാഹി പ്രതിഷ്ഠ കാണാം കേട്ടോ. അതായത് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം തൃശ്ശൂർ, പിന്നെ തിരുമാന്താംകുന്ന് ശ്രീ ഭഗവതി ക്ഷേത്രം, അതെന്ന് വെച്ചാൽ മലപ്പുറത്താണ്, അങ്ങാടിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത്. വാടായിക്കാവ് ഭഗവതി ക്ഷേത്രം കണ്ണൂർ, സപ്തമാതാക്കളുടെ കൂട്ടത്തിൽ വാരാഹി പ്രതിഷ്ഠ അവിടെയും കാണാം. ആമേട സപ്തമാതാ ക്ഷേത്രം നടക്കാവ് തൃപ്പൂണിത്തുറ, തൃശ്ശൂർ പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം. അങ്ങനെ ഇഷ്ടം മാതിരി സ്ഥലത്ത് വാരാഹി ദേവിയുടെ പ്രതിഷ്ഠ ഉള്ളതാണ്. അപ്പോൾ അവിടെയൊക്കെ പോകാൻ പറ്റുന്നവർക്ക് അത്രയും നല്ലത്. പോകാൻ പറ്റാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രിവാൻഡ്രത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഭഗവതിയെ ദർശിക്കാം. അല്ലെങ്കിൽ ലൈവ് സെഷൻ ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അതും ഇല്ലാതെ അന്യദേശത്താണുള്ളതെങ്കിൽ വാരാഹി ദേവിയുടെ ഒരു ഫോട്ടോ ഗൂഗിൾ ചെയ്ത് നിങ്ങൾക്ക് ഫ്രെയിം ആക്കി വെച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു വിളക്ക് തെളിയിച്ചിട്ടായാലും വാരാഹി ദേവിയെ ആരാധിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഏതാണ് ആ മന്ത്രം എന്നുള്ളത് ഞാൻ പറയാം, കൂടെ ജപിക്കുക. നിങ്ങളുടെ എല്ലാ ആഗ്രഹസാധ്യവും വേഗം തന്നെ നടക്കട്ടെ. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് പോലെ മറ്റ് രാജ്യങ്ങളിലുള്ള ആളുകൾക്കും അത് ഉപകാരപ്പെട്ടോട്ടെ. സോ അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വീഡിയോസ് അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വാരാഹി ദേവി എല്ലാവരിലും അറിയപ്പെടട്ടെ. അപ്പോൾ ഏതാ മന്ത്രം എന്നുള്ളത് ഞാനിപ്പോൾ മെൻഷൻ ചെയ്യാം. ഓം വരരൂപിണ്യൈ നമഃ. 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 ഓം വരരൂപിണ്യൈ നമഃ.
वररूपिण्यै नमः। ॐ 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 वररूपिण्यै नमः। ॐ
वररूपिण्यै नमः ॐ वररूपिण्यै नमः ॐ वररूपिण्यै नमः ॐ वररूपिण्यै नमः ॐ वररूपिण्यै नमः ॐ वररूपिण्यै नमः ॐ वररूपिण्यै नमः ॐ वररूपिण्यै नमः ॐ वररूपिण्यै नमः ॐ वररूपिण्यै नमः ॐ वररूपिण्यै नमः ॐ वररूपिण्यै नमः ॐ वररूपिण्यै नमः ॐ वररूपिण्यै नमः ॐ वररूपिण्यै नमः ॐ वररूपिण्यै नमः ॐ वररूपिण्यै नमः ॐ वररूपिण्यै नमः ॐ वररूपिण्यै नमः ॐ वररूपिण्यै नमः ॐ वररूपिण्यै नमः